ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പതിവ് പോലെ നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കുന്ന വിഷയം മൈക്രോഫോംസ് എന്നുള്ളതാണ്. എന്താണ് മൈക്രോഫോംസ്? ഡിജിറ്റൽ യുഗം വരുന്നതിന് മുമ്പ് അച്ചടി പുസ്തകങ്ങളും കയ്യെഴുത്ത് രേഖകളും കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടും അതുപോലെ മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടും നശിച്ചു പോകാതെ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു സംവിധാനമാണ് മൈക്രോഫോംസ്. ഫോട്ടോഗ്രാഫിയും മൈക്രോഫോംസും തമ്മിൽ എന്താണ് ബന്ധം എന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും ഫോട്ടോഗ്രാഫിക് മെത്തേഡ് ഉപയോഗിച്ചാണ് മൈക്രോഫോംസ് എന്ന ഈ സംവിധാനം മുന്നോട്ട് പോകുന്നത്. എന്താണ് മൈക്രോഫോം എന്ന് നോക്കാം. മൈക്രോഫോം എന്ന് പറയുന്നത് ഒരു അച്ചടിച്ച ഒരു പുസ്തകത്തിൻ്റെ താളുകൾ അല്ലെങ്കിൽ അതിൻ്റെ പേജുകൾ 16 25 പേജുകൾ ഒരു മേശപ്പുറത്ത് അടുത്തടുത്തായി ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അതിനെ ആ ഫിലിമിനെ പോസിറ്റീവായി സൂക്ഷിക്കുന്ന രീതിയെയാണ് മൈക്രോഫോം എന്ന് പറയുന്നത്. ഇങ്ങനെ എടുക്കുന്ന പോസിറ്റീവ് ഫിലിമുകൾ പ്രത്യേക ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഒരു മാഗ്നിഫയിങ് ലെൻസ് വെച്ചിട്ട് ഏതൊരാൾക്കും എത്ര വർഷങ്ങൾക്ക് ശേഷവും വായിച്ചെടുക്കാൻ സാധിക്കും. ഇത് പ്രധാനമായിട്ടും ഉപയോഗപ്പെടുത്തുന്നത് രാജ്യത്തിൻ്റെ അതിർത്തികൾ, രാജ്യങ്ങൾ തമ്മിലുള്ള കരാറുകളുടെ കോപ്പികൾ, പ്രശസ്തരായ ആൾക്കാരുടെ കണ്ടെത്തലുകൾ, ഭൂമിയുടെ ചിത്രങ്ങൾ, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് മൈക്രോഫോമുകൾ ഉപയോഗപ്പെടുത്തുന്നത്. മൈക്രോഫോമുകൾ വായിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് നിരവധി പ്രൊജക്ടറുകൾ ലഭ്യമാണ്, കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ലഭ്യമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരാൾക്ക് മൈക്രോഫോം കയ്യിലുണ്ടെങ്കിൽ അയാൾക്ക് അതിൽ നിന്നൊരു പ്രത്യേക ഭാഗം വായിച്ചെടുക്കണമെങ്കിൽ ഒരു ലെൻസ് മാത്രം കയ്യിലുണ്ടായാൽ മതി. പഴയ കാലത്ത് നേരിട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട്. 1000 പേജുള്ള ഒരു പുസ്തകം അല്ലെങ്കിൽ 1000 പേജുള്ള പുസ്തകങ്ങളുടെ 1000 കോപ്പികൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. കാരണം അതിൻ്റെ വലിപ്പവും ഭാരവും ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷന് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു കാലത്താണ് മൈക്രോഫോമുകൾ കണ്ടുപിടിക്കപ്പെടുന്നത്. 1000 പേജുള്ള ഒരു പുസ്തകത്തിൻ്റെ ഒരു മൈക്രോഫോം ഒരു 200 ഫിലിം മാത്രമുള്ള ഒരു ചെറിയൊരു ബോക്സിനകത്ത് ഒതുക്കാൻ അന്നത്തെ ആൾക്കാർക്ക് സാധിച്ചു. പിന്നീട് അത് ഒരു രാജ്യത്തു നിന്നും വളരെ സുരക്ഷിതമായി മറ്റൊരു രാജ്യത്തേക്ക് അയക്കപ്പെടുകയും അവരവിടെ നിന്ന് അത് പ്രസിദ്ധീകരണം നടത്തുകയോ അല്ലെങ്കിൽ അതിൻ്റെ മൈക്രോഫോം റീഡറുകൾ ഉപയോഗിച്ചിട്ട് ഡാറ്റ പഠിച്ചെടുക്കുകയോ ചെയ്യുകയായിരുന്നു പഴയ കാലത്ത് ഉണ്ടായിരുന്ന രീതി. 1839 ഫ്രഞ്ച് ഗവൺമെൻറ് ഫോട്ടോഗ്രാഫി എന്നുള്ള ഫിലിം ഫോട്ടോഗ്രാഫി ലോക ജനതക്കായി തുറന്നു കൊടുക്കുന്നത്. അതേ വർഷം തന്നെ മൈക്രോഫോം അല്ലെങ്കിൽ പുസ്തകങ്ങൾ ഇത്തരം ഫിലിമിലേക്ക് പകർത്തി വയ്ക്കുന്ന രീതി ആരംഭിച്ചിട്ടുണ്ട്. ജോൺ ബെഞ്ചമിൻ ഡാൻസർ എന്ന ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനാണ് ഫാദർ ഓഫ് മൈക്രോ ഫോട്ടോഗ്രാഫി എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1853 അദ്ദേഹം വിജയകരമായി മൈക്രോസ്കോപ്പ് വെച്ച് കാണാൻ പറ്റുന്ന മൈക്രോ ഫോട്ടോഗ്രാഫുകൾ വിജയകരമായി വിൽപ്പന ആരംഭിച്ചു. 1859 റിനി ഡ്രാഗൺ എന്ന ഫ്രഞ്ച് ഓപ്റ്റീഷ്യൻ മൈക്രോഫിലിം ഷൂട്ട് ചെയ്യാനുള്ള പേറ്റന്റ് സ്വന്തമാക്കി. അദ്ദേഹം അത് ഉപയോഗിച്ചത് ഡാൻസേഴ്സിൻ്റെ സ്റ്റെപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. യുദ്ധകാലത്ത് രാജ്യങ്ങൾ തമ്മിൽ ആക്രമിക്കുമ്പോൾ രേഖകൾ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു. അതിനൊരു പരിഹാരം കൂടിയാണ് മൈക്രോഫോംസ് എന്ന ഈ ഒരു ഫോട്ടോഗ്രാഫിക് മെത്തേഡ്. രേഖകൾ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ വളരെ സുരക്ഷിതമായിട്ട് കാലങ്ങളോളം അത് സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ യുദ്ധകാല നഷ്ടങ്ങളിൽ ഒരിക്കലും പ്രധാനപ്പെട്ട രേഖകൾ ഉൾപ്പെടാതിരിക്കാനും വേണ്ടി രാജ്യങ്ങൾ ഇന്നും മൈക്രോഫോം രൂപത്തിൽ രേഖകൾ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. 1980കളിൽ ഡിജിറ്റൽ യുഗത്തിൻ്റെ കടന്നുവരവോടുകൂടി മൈക്രോഫോംസിൻ്റെ ജനപ്രിയം പതുക്കെ കുറഞ്ഞു വന്നു. അങ്ങനെ 1990കളാകുമ്പോഴത്തേഴും പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും മൈക്രോഫോംസ് പതുക്കെ പിൻവാങ്ങി. പൂർണ്ണമായും അത് ഡിജിറ്റൽ യുഗത്തിലേക്ക് ലയിച്ചു ചേർന്നു. വിവരശേഖരണത്തിന് ഡിജിറ്റൽ തന്നെയാണ് ഏറ്റവും പറ്റിയ ഒരു മാധ്യമം. എന്നാൽ വിവരശേഖരണത്തിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ അത്രയും പ്രയോജനപ്രദമല്ല. അതുകൊണ്ട് തന്നെ ഇന്നുള്ളതിൽ ഏറ്റവും നല്ല സുരക്ഷിതമായി വിവരശേഖരണം ചെയ്യാൻ സാധിക്കുന്നത് മൈക്രോഫോമുകളിൽ തന്നെയാണ്. മൈക്രോഫോമിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിൽ നിന്നും വിവരങ്ങൾ വായിച്ചെടുക്കാൻ പ്രത്യേക ഉപകരണങ്ങളുടെ
ആവശ്യമില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്ത് ലഭ്യമായതിൽ ഏറ്റവും ലളിതമായ, ഏറ്റവും സുതാര്യമായ ഒരു വിവരശേഖരണ രീതിയാണ് മൈക്രോഫോംസ്. ഇന്നും മൈക്രോഫോംസ് ഒട്ടുമിക്ക പ്രധാന രേഖകൾ സൂക്ഷിക്കുന്നതിനും ഉപയോഗിച്ചു വരുന്നു എന്നുള്ളതാണ് സത്യം. അമേരിക്കയിലുള്ള ഇൻ്റർനെറ്റ് ആർക്കൈവ്സ് എന്ന ഡിജിറ്റൽ ലൈബ്രറി മൈക്രോഫോംസിൽ നിന്നും ഡിജിറ്റലൈസ് ചെയ്തെടുത്തിട്ടുള്ള നിരവധി ഗ്രന്ഥങ്ങളും പത്രങ്ങളും അറിവിൻ്റെ ശേഖരങ്ങളും ഓൺലൈൻ വഴി സൗജന്യമായി നൽകുന്നുണ്ട്. ഒരു കാലത്ത് വീഡിയോ കാസറ്റുകളും വീഡിയോ കാസറ്റ് പ്ലെയറുകളും നമ്മുടെ നാട്ടിൽ എത്രത്തോളം പ്രചാരത്തിൽ ഉണ്ടായിരുന്നു, അതേ രീതിയിൽ ഡിജിറ്റൽ യുഗം വരുന്നതിന് മുൻപ് ലോകത്ത് വളരെയധികം പ്രശസ്തി ആർജിച്ചിരുന്ന ഒരു മേഖലയാണ് മൈക്രോഫോംസിൻ്റെ റീഡറുകളും. മൈക്രോഫോംസിനെ പ്രധാനമായിട്ടും 2 വിധത്തിലാണ് തരംതിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് മൈക്രോഫിഷ് എന്ന് പറയുന്ന ഒരു രീതിയാണ്. അത് ഒരു വലിയ ഫിലിമിൽ 24 അല്ലെങ്കിൽ 30ഓളം പേജുകൾ ഒന്നിനടുത്ത് മറ്റൊന്നായിട്ട് അടുക്കി വെച്ചിട്ട് ഫോട്ടോഗ്രാഫ് ചെയ്തിട്ട് സൂക്ഷിക്കുന്ന ഒരു രീതിയാണിത്. മൈക്രോഫിഷ് എന്ന് പറയുന്നത് ഒരു ഫിലിം മാത്രമായിരിക്കും. അതിനകത്ത് പരമാവധി 30ഓളം പേജുകൾ മാത്രമാണ് ഒരു മൈക്രോഫിഷിനകത്ത് ഉണ്ടാവുക. എന്നാൽ മൈക്രോഫോം എന്ന് പറയുന്ന രീതിയിലേക്ക് മാറുമ്പോൾ ഇത് സിനിമയുടെയൊക്കെ ഫിലിം റീല് പോലെ ഒന്നിനു പുറകെ ഒന്നിനായി വരുന്ന നിരവധി ഫിലിമുകളാണ് ഈ ഒരു റീലിൽ ഉണ്ടാവുക. ഒരു ഫിലിമിൽ തന്നെ ഏകദേശം 20ഓളം പേജുകൾ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ടാവും. അത് പ്രത്യേക റീഡറിൽ അല്ലെങ്കിൽ അതിൻ്റെ ലെൻസുകൾ ഉപയോഗിച്ച് മാഗ്നിഫൈ ചെയ്തിട്ടാണ് ഈ രേഖകൾ വായിച്ചെടുക്കുന്നത്. നിരവധി പത്ര കമ്പനികളും രാജ്യാന്തര രേഖകൾ സൂക്ഷിക്കുന്ന മറ്റ് ഏജൻസികളും ഈ മൈക്രോഫിലിം രീതിയിലുള്ള അല്ലെങ്കിൽ മൈക്രോഫോം രീതിയിലുള്ള ഡാറ്റ ശേഖരണം ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇന്നത്തെ മൈക്രോഫോംസ് എന്ന ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. പതിവ് പോലെ ഞാൻ റഷീദ് തായ്ലാർ. താങ്ക് യു വെരി മച്ച്.